നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടത്തിരുത്തിയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കൊലക്കേസ് പ്രതിയും 27ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ട അമിത് ശങ്കർ റിമാൻഡിൽ. ചാലക്കുടിയിൽ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPIM പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബാലസഭ കുട്ടികൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഫെസ്റ്റിവ 2026 ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തൃപ്രയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന മത്സ്യത്തൊഴിലാളിയെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. എടത്തിരുത്തിയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കൊലക്കേസ് പ്രതിയും 27ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ട അമിത് ശങ്കർ റിമാൻഡിൽ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ വീട്ടിൽ അതിക്രമിച്ച് കയറി മർദ്ദിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയും കൊലപാതക കേസ് പ്രതിയുമായ മരത്താക്കര എളന്തുരുത്തി സ്വദേശിയും നിലവിൽ എടത്തിരുത്തി മുനയത്ത് താമസക്കാരനുമായ തെക്കേക്കര വീട്ടിൽ അമിത് ശങ്കറിനെ തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടിയിൽ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPIM പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. പൂവത്തിങ്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിനു ശേഷം സൊസൈറ്റി ജംഗ്ഷൻ സമാപിച്ച ശേഷമായിരുന്നു ബൈക്ക് കത്തിക്കൽ. പാഷൻ പ്രോ ബൈക്ക് കത്തിച്ചായിരുന്നു പ്രതിഷേധം. CPIM മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM ടെൻസൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KR സജീവൻ അധ്യക്ഷത വഹിച്ചു. നമ്മളിതുപോലെ തന്നെ ഒരു ബൈക്ക് കത്തിച്ച് നമ്മൾ പ്രതീകാത്മകമായി പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ ബൈക്ക് കത്തിച്ച കാര്യം ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനിടയിലെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്തത് ഞാനിപ്പോൾ ഓർക്കാം. അന്ന് പറയാണ്, ഇതൊക്കെ തന്നെ ശരിയാണോ, ബൈക്കൊക്കെ കത്തിക്കാൻ പാടുണ്ടോ, ഇതൊക്കെ തന്നെ ക്രൂരതയാണ് എന്നുള്ള രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായി. ഇത് പ്രതീകാത്മകമായിട്ടാണ് ഈ ബൈക്ക് കത്തിക്കുന്നത്. ജീവിക്കാനായിട്ട് ഇവിടെ യാതൊരുവിധ നിവൃത്തിയുമില്ലാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, പെട്രോളിന്റെയും ഡീസലിന്റെയും വില 100 രൂപ കവിഞ്ഞിരിക്കുകയാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബാലസഭ കുട്ടികൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഫെസ്റ്റിവ 2026 ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ ഹണി പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ പറയാ, എനിക്ക് പാടാൻ ഇഷ്ടമുണ്ട്, ഞാൻ പാട്ട് പഠിക്കണം, അല്ലെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടമുണ്ട്, വരയ്ക്കാൻ പോകണം എന്നൊക്കെ പറയാം കേട്ടാ. രക്ഷിതാക്കളെ എന്തായാലും ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കണ്ടറിഞ്ഞല്ല അതിന് മുൻപന്തിയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് പരമാവധി ശ്രമിക്കുക. എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നന്നായി ചെയ്യുക. അപ്പോൾ നിങ്ങൾ കലാപരമായതും എല്ലാം തന്നെ വളരെ മികവുറ്റതാക്കാനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ ബാലസഭനെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് അതിനെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ ബാലസഭ 3 ദിവസത്തെ പരിപാടിയാണ് അല്ലേ, തുടർച്ചയായിട്ട് 3 ദിവസം. അപ്പോൾ പല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിത്രം വരെയും പാട്ടും മാത്രമല്ല, പല വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് തരാനുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഇന്നത്തെ പോലെ എല്ലാ ദിവസവും ഈ 3 ദിവസം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തുകൊണ്ടും ഭംഗിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. മെമ്പർ സെക്രട്ടറി മനോജ് കുമാർ ആശംസകൾ അറിയിച്ചു. സീനത്ത്, സബിത, താഹിറ, ഉഷ, സിന്ധു, സ്വാതി എന്നീ CDS മെമ്പർമാരും അക്കൗണ്ടന്റ് ദിവ്യ CPയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. RP നീതു സുരേന്ദ്രൻ ബാലസഭ കുട്ടികൾക്ക് പരിശീലനം നൽകി. വൈസ് ചെയർപേഴ്സൺ രാജി കൃഷ്ണൻകുട്ടി സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് സീനത്ത് നന്ദി അറിയിച്ചു. മെയ് 31 പരിശീലന പരിപാടിക്ക് സമാപനമാകും. തൃപ്രയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന മത്സ്യത്തൊഴിലാളിയെ അനുമോദിച്ചു.
നാട്യകടപ്പുറത്തെ മുതിർന്ന മത്സ്യത്തൊഴിലാളി അശോകൻ പുലാത്തിനി നാട്യകടപ്പുറത്ത് നടന്ന ചടങ്ങിൽ സർഗസംസ്കൃതി വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറൈൻ ഷാൾ അണിയിച്ച് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സർഗസംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പോൾ ചിറ്റിലപ്പിള്ളി, സഹദേവൻ PV, സുബേർ നാട്ടിക, സാജൻ പുലാക്കൽ, വേലായുധൻ ചെറിയപുരക്കൽ, സുരേഷ് ഇരിങ്ങാത്തുരുത്തി എന്നിവർ പ്രസംഗിച്ചു. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിനംപ്രതി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന ഇന്ധന വിലവർദ്ധനവിനെതിരെ ഓട്ടോറിക്ഷയും ഇരുചക്രവാഹനവും തള്ളിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ദിനംപ്രതി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന ഇന്ധന വിലവർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടന്നത്. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, നേതാക്കളായ VK മോഹനൻ, വിജേഷ് പന്നിപ്പുരത്ത്, ഉസ്മാൻ അന്തിക്കാട് എന്നിവർ പ്രസംഗിച്ചു. സുധീർ പാടൂർ, PM രാജീവ്, ശ്രുജിത് പുന്നപ്പള്ളി, സാജൻ ഇയാനി, P തങ്കമണി, അഡ്വക്കേറ്റ് സുരജ എന്നിവർ നേതൃത്വം നൽകി. ജോലിയിൽ നിന്ന് വിരമിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് റവന്യൂ ഇൻസ്പെക്ടർ ഹരി പക്ഷയിലിന് അന്തിക്കാട് ദേവസ്വം കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. ദേവസ്വം ഓഫീസർ KN ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. E രമേശൻ, അന്തിക്കാട് പത്മനാഭൻ, പഴങ്ങാപ്പറമ്പ് ഹരിനാരായണൻ, ശരണ്യ, ജയദേവൻ, എടത്തിരി, രാമകൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ സംസാരിച്ചു. ഹരി പക്ഷി മറുപടി പ്രസംഗം നടത്തി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. CBSE board exam result 2026. ഇത് വെറും ഒരു റിസൾട്ട് ആണോ? എവിടെ നിന്നാണ് ടോപ്പേഴ്സ് ഫ്രം? വേർ ഡിഡ് ദേ ഗെറ്റ് ദ ഹെൽപ്പ് ഫ്രം? സോ ലെറ്റ് മീ ടെൽ യു ദിസ് ബ്രീഫ് ടൈറ്റിൽ. സേ യെസ് അക്കാദമി. മാർക്സ് അല്ല ഇത്, മൈൻഡ് സെറ്റ് ആണ് സേസ് അക്കാദമിയുടെ പവർ. Yesterday they wished for it, today they earned it. So the just come join SAYES Academy for the best training of tuition. വാർത്താ നേരം തുടരുന്നു. അന്തിക്കാട് മഹാദേവ നൃത്ത വിദ്യാലയത്തിൽ അധ്യാപിക ശാലിനി ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച 7ാമത് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു. കലാമണ്ഡലം കാർത്തികേയൻ, കലാമണ്ഡലം സുബിൻ രാജ്, സുരേഷ് നമ്പൂതിരി എന്നിവർ പക്കമേളം ഒരുക്കി. അഞ്ജലി, ഗൗരി കണ്ണൻ, ശാക്തയെ രാജേഷ്, ശ്രേയ രാജേഷ്, ദൃശ്യ ഗോപിനാഥ്, നിവ വർഷപ്രസാദ്, ഋതു രാജേഷ്, കാർത്തിക സന്തോഷ് എന്നീ വിദ്യാർത്ഥികളാണ് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ദേശീയപാത വാണിയമ്പാറയിൽ കാർ ബാരിക്കേഡിലിടിച്ച് അപകടം. ചാലക്കുടിയിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് ടൈൽ പണിക്ക് പോകുന്നവർ സഞ്ചരിച്ച കാർ കോൺക്രീറ്റ് ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു. ദേശീയപാതയിൽ 2 വരിപ്പാതയിൽ നിന്ന് 1 വരിപ്പാതയിലേക്ക് ചുരുങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. കാറിന്റെ പുറകിൽ ലോറി ഇടിച്ച് കാർ അരികിലുള്ള കോൺക്രീറ്റ് പാളികളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കോൺക്രീറ്റ്
നിർമ്മാണ സാമഗ്രികൾ എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. എടക്കഴിയൂർ ബീച്ച് പരിസരത്ത് മിനി വാൻ അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. പുളിക്കൽ വീട്ടിൽ തൻവീറിനാണ് പരിക്കേറ്റത്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി വാൻ വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതായി പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ തൻവീറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലറുടെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി. 41 വാർഡ് കൗൺസിലർ വിനി വിജേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഞായറാഴ്ച ബന്ധുവിന്റെ വിവാഹം കഴിഞ്ഞ് മടങ്ങിയെത്തി ആഭരണങ്ങൾ അലമാരിയിൽ വെച്ചിരുന്നു. തിങ്കളാഴ്ച ഇവർ പുറത്തുപോയി വന്നപ്പോൾ വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടുവെങ്കിലും അടയ്ക്കാൻ മറന്നുവെന്ന് കരുതി. ചൊവ്വാഴ്ച ബിജേഷിന്റെ മോതിരം ഊരിവെക്കാൻ നോക്കിയപ്പോഴാണ് ആഭരണങ്ങൾ അടങ്ങിയ ബോക്സ് സഹിതം കാണാനില്ലെന്ന് മനസ്സിലായത്. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ യുവതിയെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്തുകുന്ന് മാരാത്ത് ഹൗസിൽ രാമദാസിന്റെ ഭാര്യ 48 വയസ്സുള്ള സുമതിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ സുമതി കാണാതായിരുന്നു. തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് വീടിന് സമീപത്തെ കോറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുണി അലക്കാനായി പോയപ്പോൾ അബദ്ധത്തിൽ കോറിയിൽ വെള്ളത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമിക സൂചന. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തിരുവില്ലാമലയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റു. തിരുവില്ലാമല സ്വദേശിനി വിബിക്കാണ് വീട്ടുമുറ്റത്ത് നിന്ന് പാമ്പുകടിയേറ്റത്. വിബിയെ വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ ചെട്ടിച്ചാലിൽ പലഹാര നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു തീപിടുത്തം. പലഹാര നിർമ്മാണ യൂണിറ്റിൽ സൂക്ഷിച്ചിരുന്ന വിറകു ശേഖരമാണ് കത്തി നശിച്ചത്. നാട്ടുകാരും പുതുക്കാടിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടത്തിരുത്തിയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കൊലക്കേസ് പ്രതിയും 27ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ട അമിത് ശങ്കർ റിമാൻഡിൽ. ചാലക്കുടിയിൽ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPIM പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബാലസഭ കുട്ടികൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഫെസ്റ്റിവ 2026 ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തൃപ്രയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന മത്സ്യത്തൊഴിലാളിയെ അനുമോദിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.